ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള തൃപ്രയാറിനടുത്തുള്ള ശ്രീ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ സ്വാമി മഹാക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി തൃപ്രയാർക്ക് വന്നതാണ്. അപ്പോൾ തൃപ്രയാർ വന്നപ്പോഴാണ് ഇങ്ങനൊരു ക്ഷേത്രത്തിൽ നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരനും കൂടി തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴുള്ള ഒരു അനുഭവം അതൊരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. ഇവിടെ വന്നാൽ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നാൽ, ഞാൻ അങ്ങനെ വലിയ ഭക്തനൊന്നുമല്ല. അപ്പോൾ ഈ ക്ഷേത്രം കേട്ടറിഞ്ഞപ്പോൾ ഒന്ന് വന്നു പോയതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ കിട്ടിയൊരു ഫീലിംഗ് ഉണ്ട്. അത് നിങ്ങളൊരു വട്ടം ഒന്ന് വന്ന് നോക്കൂ, അപ്പോൾ അറിയാൻ പറ്റും. അതിൻ്റെ കൂടുതൽ ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞാനിവിടെ വന്ന ദിവസം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതെൻ്റെ ഭാഗ്യമാണോ എന്താണെന്ന് അറിയില്ല. നമ്മുടെ കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലെ തിരുമേനിയായ ശ്രീ സുബ്രഹ്മണ്യ അടികായുടെ ഒരു സ്പെഷ്യൽ പൂജ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടിയും കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അവിടെ പഞ്ചലക്ഷാർച്ചന യജ്ഞം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് സ്പെഷ്യൽ പൂജകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ലക്ഷാർച്ചനയും നടക്കുന്നുണ്ട്. മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ്. ഇവിടെ എത്തിയാൽ തന്നെ നമുക്കൊരു ഉള്ളിലുള്ള ആ ഒരു പോസിറ്റീവ് എനർജി നമുക്കത് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാൻ തോന്നും നമുക്ക്. विश्वाभूतान् सदृष्ट्वा प्रणयादिनः नमो हस्वनेन ग्रीवाय सहस्राक्षाय
मुखा शिवो न सुमना भव